അന്തർവാഹിനിയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്നാണ് യാത്ര ചെയ്യുക. 2006-ൽ APJ അബ്ദുൽ കലാമാണ് അന്തർവാഹിനി യാത്ര നടത്തിയ ആദ്യ രാഷ്ട്രപതി. INS കദംബയിലാണ് ദ്രൗപദി മുർമു യാത്ര ചെയ്യുക. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് റഫേൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നിരുന്നു. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, വളരെ പോസിറ്റീവായൊരു വാർത്ത. അതായത് നേരത്തെ റഫാലിൽ കയറിയ രാഷ്ട്രപതിയുടെ ദൃശ്യങ്ങളൊക്കെ നാം കണ്ടിരുന്നു. ഇപ്പോൾ അതിന് തൊട്ട് പിന്നാലെ അന്തർവാഹിനിയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ദ്രൗപദി മുർമു. തയ്യാറെടുപ്പുകളൊക്കെ പൂർണ്ണമായോ? അശ്വതി, ശബരിമലയിലും പോകാനറിയാം, സുഖോയിലും റഫാലിലും പറക്കാനും അറിയാം. അതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇപ്പോഴിതാ കാർവാറിൽ, കർണാടകയിലെ കാർവാറിൽ INS കദംബ നേവൽ ബേസിൽ നിന്നും അല്പസമയത്തിനകം സബ്മറൈനിൽ അന്തർവാഹിനിയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് അവർ. അല്പസമയത്തിനകം അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 3:30 വരെ ആ പ്രദേശത്താകെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷ ആ മേഖലയിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ നേവൽ ബേസുകളിൽ ഒന്നാണ് INS കദംബ എന്ന് പറയുന്നത്. ആ INS കദംബയിൽ നിന്നും അന്തർവാഹിനിയിലാണ് അവർ യാത്ര ചെയ്യാൻ പോകുന്നത്. 2006-ൽ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരിക്കെയാണ് ഇതിനു മുൻപ് അന്തർവാഹിനിയിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത് നമ്മുടെ രാഷ്ട്രപതി അവരുടെ ഈ സൈനികരോടും അതോടൊപ്പം തന്നെ നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങളോടും നമ്മുടെ സുരക്ഷാ ഏജൻസികളോടുമുള്ള അവരുടെ അങ്ങേയറ്റം ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നമ്മുടെ വ്യോമസേന നടത്തിയ വലിയ പോരാട്ടമുണ്ട്, അതിനുള്ള ആദരവ് എന്ന രീതിയിൽ കൂടിയാണ് റഫേലിൽ യാത്ര ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ കടൽ മാർഗമുള്ള യുദ്ധം, കടൽ മാർഗമുള്ള ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടി നമ്മുടെ നേവിയെ കൂടി ജാഗരൂകരാക്കുന്നതിനും അവരുടെ സേവനങ്ങൾ രാജ്യത്തൊട്ടാകെ ആദരവ് നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ സബ്മറൈനിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത് രാഷ്ട്രപതി. INS കദംബ നേവൽ ബേസിൽ നിന്നും അല്പസമയത്തിനകം അവർ യാത്ര തിരിക്കും. ശരി ശ്രീകാന്ത്, വ്യക്തമാണ്. അന്തർവാഹിനിയിലും യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാഷ്ട്രപതി. റഫാലിൽ പറന്നതിന്, യുദ്ധവിമാനങ്ങളിലൊക്കെ പറന്നതിന് തൊട്ട് പിന്നാലെ അന്തർവാഹിനിയിലും യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു.